പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പാലക്കാട് നഗരസഭയെക്കുറിച്ചാണ്. പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് ലക്ഷ്യമിടുകയാണോ BJP? പടലപ്പിണക്കങ്ങൾ തിരിച്ചടിയാകുമോ? കച്ചമുറക്കി UDF-ഉം LDF-ഉം രംഗത്തുണ്ട്. പാലക്കാടിലെ നഗരവിശേഷങ്ങളിലേക്കാണ് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സംസ്ഥാനത്ത് BJP ഭരണത്തിലേറിയ ആദ്യത്തെ നഗരസഭയാണ് പാലക്കാട്. 2015-ലും 2020-ലും ഉണ്ടായ ജയം ആവർത്തിച്ച് ഹാട്രിക് നേടുകയാണ് ഇക്കുറി BJP-യുടെ ലക്ഷ്യം. എങ്ങനെയും അധികാരം തിരികെ പിടിക്കാൻ കച്ചമുറുക്കുകയാണ് UDF. കരുത്തു കാട്ടാനുള്ള തന്ത്രങ്ങളുമായി LDF-ഉം പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ത്രികോണ മത്സരമായിരിക്കുമോ പാലക്കാട് നഗരസഭയിൽ? 2020-ൽ ആകെയുള്ള 52 സീറ്റിൽ 28 നേടിയാണ് BJP ഭരണത്തിലെത്തിയത്. 2015-ൽ 24 സീറ്റുകളായിരുന്നു. ഇക്കുറി 10 വർഷത്തെ വികസനം ചർച്ചയാക്കി ഹാട്രിക് ജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് BJP. പക്ഷേ പാളയത്തിൽപ്പെട വെല്ലുവിളിയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുതലുള്ള അസ്വാരസ്യങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ശ്രീ കൃഷ്ണകുമാറിനുണ്ടായ തോൽവിയും നഗരസഭാ പ്രദേശത്തെ വോട്ട് ചോർച്ചയും പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്കും ഭിന്നിപ്പുകൾക്കും വഴിവെച്ചിരുന്നു. BJP ബഹിഷ്കരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യോടൊപ്പം പൊതുചടങ്ങിൽ നിലവിലെ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെറികളും പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. BJP-യിലെ വിള്ളലും പ്രതിപക്ഷമെന്ന നിലയിലുള്ള പ്രകടനവും വീണ്ടും ഭരണത്തിലേറാൻ സഹായിക്കുമെന്ന കണക്കൂട്ടലിലാണ് UDF. കഴിഞ്ഞ തവണ കോൺഗ്രസ് 12-ഉം മുസ്ലിം ലീഗ് 4 സീറ്റാണ് നേടിയത്. ഇക്കുറി സീറ്റ് വിഭജനമടക്കം നേരത്തെ പൂർത്തിയാക്കി മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ഗ്രൂപ്പിസവും തിരിച്ചടിയാകുമോ എന്ന് UDF-ന് ഭയവുമുണ്ട്. വികസനങ്ങളോടൊപ്പം കാവ്യവൽക്കരണവും ചൂണ്ടിക്കാട്ടി കൂടുതൽ സീറ്റ് നേടുകയാണ് CPM-ന്റെ ലക്ഷ്യവും. നിലവിൽ 7 സീറ്റാണ് CPM-നുള്ളത്. ഒരു സീറ്റുള്ള വെൽഫെയർ പാർട്ടിയുടെ നിലപാടും നിർണായകമാവും. എന്തുതന്നെ ആയാലും പാലക്കാട് നഗരസഭ ഏറെ ചൂടേറുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ത്രികോണ മത്സരമായിരിക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.